പ്രതീക്ഷിക്കാതെ വന്നതാണിത്. ശരണ്യയുടെ അമ്മ, അതുപോലെ അപ്പു എന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പുവിൻ്റെ വൈഫ്, പിന്നെ അതെ നമ്മുടെ ഒരു കുഞ്ഞു പാവയൊക്കെ ആയിട്ടാണ് വന്നത്. പാവ വരാൻ കാരണം എന്താണെന്നറിയാവോ? അതെ നമ്മുടെ അതെ ഒന്ന് ശ്രീനന്ദയുടെ മുഖം കാണിച്ചേ, ഭയങ്കര നാണായിപ്പോയി വന്നതിൻ്റെ. അപ്പോൾ അത് കണ്ട നമ്മുടെ അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇവർ എന്നാലും നമ്മളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലേ ശരണ്യ? ഇവർ വന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇവർ വന്നതേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷം കുറേ പറഞ്ഞു തരാം. അതെ ശരണ്യ, അതെ അമ്മ വന്നത് ഇവർ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്ന കാരണം എന്ത്? അത് കാരണം എന്ത് പറ്റി? വന്ന വിരുന്നക്കാരെ കൊണ്ട് തന്നെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തൊരിക്കുകയാണ് അമ്മ? വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ രമാമ്മ. വെളുത്തുള്ളി പൊളി കണ്ട, ഇതാണ് പറയാതെ വന്ന പറ്റണ അബദ്ധം. മനസ്സിലായ? വന്നവരെ കൊണ്ട് തന്നെ പണി കൊടുക്കും. അതല്ല, നിങ്ങൾ പറയാതെ വന്ന കൊണ്ടല്ലേ എല്ലാവരും. ശരണ്യ കണ്ടത് സവോളയൊക്കെ അരിഞ്ഞ്. പിന്നെ എന്നാണ് ശരണ്യ തോരന എന്നാണ് വെച്ചത്? ഒന്ന് കാണിച്ചു വിടും. തോരൻ വെച്ച് ഇട്ടുണ്ട്. പിന്നെ അമ്മ എന്താണ് വെച്ചിരിക്കുന്നത്? കാണിച്ചേ. പിന്നെ ബീഫാണ് നമ്മള് അല്ലേ? കേരക്കറി ഉണ്ടല്ലേ? അത് പിന്നെ ഇവര് വരുമെന്ന് അറിഞ്ഞണ്ടല്ല നമ്മളെ അല്ലേ? ഞാൻ കാണിക്കാം. കണ്ട കേരക്കറി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ശരണ്യ വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഓ, പിന്നെ നമ്മുടെ ബീഫൊക്കെ കൊണ്ടുവന്നതേ ഉള്ളു. ഇനി റെഡിയാക്കണം. പാവം അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് ഉള്ളി പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടമ്മമാരും കൂടി ഇന്ന് പാചകത്തിലാണ്. കണ്ട അച്ഛനാണെങ്കിൽ ഇതേ അവർക്ക് പലഹാരമൊക്കെ ആയിട്ട് കവറോട് കൂടിയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മൾ വീഡിയോയൊക്കെ ചെയ്യണ പാടം അല്ലേ? അതെ അതെ. വന്നതും അപ്പു ചൂണ്ടയിടാൻ തുടങ്ങി. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടയിടാൻ. അപ്പൂനും അതെ, രാഹുലിനും അതെ രാഹുലും ഒക്കെ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതേ അർത്തിങ്ക അല്ലേ ബീച്ചിൽ വന്ന് കണ്ട ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. താമസിച്ചു പോയി കേട്ടാ. എല്ലാവരും ഉണ്ട് ഇതേ കണ്ടാ, എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച്. ഈ കടപ്പുറത്ത് ഇരുട്ടത്ത് വന്നിട്ട് എന്ത് കാണാനാണല്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അർത്തിങ്കൽ പള്ളിയുടെ വാതിക്കലെത്തി. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് അർത്തിങ്കൽ പള്ളിയിൽ പോയി. രാത്രിയാണെങ്കിലും അർത്തിങ്കൽ പള്ളിയുടെ ഭംഗി പറയാതെ വയ്യ. അപ്പൂതേ പാർക്കിൽ വന്നപ്പോൾ അപ്പൂ എങ്ങനെയുണ്ട്? അടിപൊളി. ഇതെന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇത്? അപ്പൂനറിയാവോ എന്താണെന്ന്? നമുക്ക് അതിനെ പറ്റി അറിയാൻ മേല. നമ്മളങ്ങനെ ജിമ്മിലൊന്നും പോകാത്ത കാരണം അല്ലേ? പിന്നെ പിള്ളേര് കളിക്കുന്ന ഇത് നാണയില്ലേ? പ്രായം എത്രയെന്നറിയാവോ? 27 കഴിഞ്ഞ് 28-ലേക്ക്. എന്നാലും നേരാണ്, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ശരണ്യ ആവശ്യത്തിന് കയറിക്കും. ഇതിലേ കയറണം. ഇത് കണ്ട കൂട്ടുകാരെ ശരണ്യ കാണിക്കുന്നത്. ദൈവമേ, ഇതെന്താണ് ഈ കാണിക്കുന്നത്? എല്ലായിടത്തും നടുവൊക്കെ വെട്ടും കേട്ടാ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകല്ലേ ശരണ്യ. ഒരു കൊതിയായിരുന്നല്ലേ? നേരെ നമ്മുടെ കൊച്ചിലെയൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോയി കാണിക്കാറില്ല. എന്ത് പറയാനാ, നമ്മുടെ അളിയൻ
പെട്ടുപോയി. എന്റെ അപ്പൊ പെട്ടുപോയാ നീ ശരണ്യ അതേ കൂടി കയറിപ്പോയി. ശരണ്യ ഇങ്ങോട്ട് തിരിച്ചടങ്ങ്. ഇത് കണ്ട ഞങ്ങള് അളിയനും അളിയനും കൂടി ഇങ്ങനെ വേറെ എവിടെയെങ്കിലും കമന്റ് ചെയ്യണോ? അയ്യോ മതി 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 സന്തോഷായി. ഞാൻ എങ്ങനെയാ ഇപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഇന്ന് പിറ്റേ ദിവസമായി ഇവര് പോകാനായിട്ട് ഇറങ്ങിയാണ് അല്ലേ? സന്ധ്യ ഇനി എന്ന് വരും? ഈ പറഞ്ഞില്ലല്ലേ? അതെ. അപ്പൊ അതെ ഇന്ന് നമ്മുടെ ശരണ്യയുടെ നാത്തൂന് പാട്ടൊന്നും പാടാൻ സാധിച്ചില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, തൊണ്ടവേദന ഉണ്ടായിരുന്നു അല്ലേ? ടോൺസിലസിന്റെ അസുഖം ഉണ്ട് അല്ലേ? പിന്നെ അമ്മയോട് അമ്മേ എന്തോ ഇനി എന്നാണ് വന്നത് ഇങ്ങോട്ട്? അങ്ങനെ ഒരു ദിവസം ഇവിടെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ദിവസം ഇവിടെ നിൽക്കാനായിട്ടല്ലേ? അങ്ങനെ ഇവരെപ്പോഴും ഒന്നും അങ്ങനെ വന്ന് നിൽക്കാറില്ല. കുട്ടികൾ കുറെ പേര് ചോദിച്ചായിരുന്നു വീട്ടിനാരും വന്നില്ലേ ഇതെല്ലാം ചോദിച്ചു. ഇപ്പൊ സന്തോഷമായല്ലോ. ശരണ്യക്കാണ് ഏറ്റവും വലിയ സന്തോഷമായതല്ലേ? എന്താണ് പറയാനൊരു മടി? അമ്മ ഇനി എന്നാണ് വന്നത്? ആ നേരത്തെ പറയണം കേട്ടോ. അച്ചാച്ചൻ വന്നില്ല നീ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അത് പോകാനായിട്ട് അവരെ ഇറങ്ങി. അപ്പോ അതെ അതെ ഇനി വരുമ്പോ നമുക്ക് അർത്തിങ്ക പള്ളിയിലൊക്കെ താമസിച്ചു പോയി. ഇനി വരുമ്പോ എല്ലായിടത്തും ഒന്ന് ഒരു ദിവസം കൂടുതൽ നിൽക്കാവുന്ന രീതിക്ക് വന്നം കേട്ടാ. അങ്ങനെ അവര് പോകാനായിട്ട് പോണ്. ശരണ്യക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അമ്മയൊക്കെ പണിത്തിരക്കിലായിരുന്നു ഇന്ന് അല്ലേ? ഇന്ന് നമുക്ക് രാവിലെ തന്നെ അല്ലേ തിരക്കായിരുന്നു. അനിയത്തി ഉമ്മ കൊടുത്ത് അമ്മ കൊടുത്ത്. വയ്യെങ്കിൽ ഇന്ന് ലീവ് എടുക്ക് സാന്ദ്ര. ആണോ ആണോ? സാന്ദ്ര നേഴ്സാണ്. അപ്പൊ കേക്കണ്ട നാത്തൂനൊക്കെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷം. നിങ്ങൾ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാഹുലേ ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. ഫോണെല്ലാം എടുത്തല്ലോ. അപ്പൊ കുട്ടിയെ ഇതൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അതെ 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 എല്ലാ കൂട്ടുകാരും ചോദിച്ചായിരുന്നു വീട്ടിനാരും വരുന്നില്ലേന്ന്. ഇപ്പൊ എല്ലാരും വന്നു, പക്ഷെ അച്ഛൻ മാത്രം വന്നിട്ടില്ല. ഇന്നലെ വന്നത് നമുക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു. ശരണ്യക്കാണെങ്കിലും ആർക്കാണ് ശരണ്യ വരുമെന്നറിയാം. ചിലപ്പോ ആങ്ങളെയോ അല്ലെങ്കിൽ അനിയനായിട്ടോ വരാന്നാണ് പറഞ്ഞിരുന്നെങ്കിലും വന്നപ്പോ അവരെല്ലാരും കൂടി അച്ഛന് വരാൻ പറ്റിയില്ല. ശരണ്യയുടെ അച്ഛന് വരാൻ പറ്റിയില്ല. അച്ഛന് തൊഴിൽ രംഗമായതുകൊണ്ട് താമസിക്കേണ്ടി വന്നു. അത് കാരണം അവരെല്ലാരും ബാക്കി എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ പോകുന്നു. അവർ ഇന്നലെ തന്നെ പോകാൻ തയ്യാറായിട്ട് ഞങ്ങളെ പറഞ്ഞു ഒന്നും പോകണ്ട. അപ്പൊ ഒരു ദിവസം അത് കാരണം ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ആ ഒരു സന്തോഷം ഈ നേരം ഉണ്ടായിരുന്നു. അവര് പോയി കഴിഞ്ഞപ്പോ അതുവരെ നമ്മളോട് അതുപോലെയൊക്കെ നിന്ന് മനസ്സിന് ഒരു സന്തോഷം തന്നു. ആ സന്തോഷം നമുക്കിപ്പോ
അവര് പോയപ്പോ ഒരു ബുദ്ധിമുട്ട്. പോയല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. ആ സന്തോഷം ഞങ്ങള് എല്ലാരോടും പങ്കുവെക്കാണ്. അതെ അതെ അതെ. ആ അത് ശരിയാണ് അമ്മ പറഞ്ഞ കറക്റ്റ്. എല്ലാരോടും പങ്കുവെക്കാണ് ആ സന്തോഷം. അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ നമുക്കൊരു ആ വിഷമം. ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ ഇവിടെ ആരും ഇല്ലാത്ത രീതിയിലായി. ആരും ഇല്ലാത്ത ഞങ്ങള് 4 പേരുമായി. അതെ അതെ ഞങ്ങള് 4 പേരുമായി. ഇതൊക്കെയാ ഞങ്ങളുടെ സന്തോഷം. മക്കളെ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടിന് സപ്പോർട്ടിന് ഒരുപാട് 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 സന്തോഷം, നന്ദി പറയാണ്. എന്ന് പറയാണ്. അതെ അതെ. പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. നന്ദിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഞങ്ങൾക്കും സുഖമാണ്. അപ്പൊ കൂട്ടുകാരെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കാം. കൂട്ടാക്കാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ നമ്മൾ